എൻ്റെ പേര് ആനി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സെപ്റ്റംബർ 7-ാം തീയതിയോളം താമസിച്ചുള്ള ധ്യാനത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചൊവ്വാഴ്ച പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അമ്മ മരിച്ചിട്ട് അമ്മയുടെ പേഴ്സ് കയ്യിലിരിക്കുന്ന ഒരു മകൾക്ക് ഭയങ്കര ഗ്യാസിൻ്റെ അസുഖം ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അച്ഛന് വന്ന് കണ്ടു. അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. 12 മരിച്ചവരോട് കുർബാന ചെല്ലാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നൊടുങ്ങി എനിക്കത് ഭയങ്കരമായിട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് ആ പേഴ്സ് കത്തിച്ച് കളയാൻ പറഞ്ഞു. അത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം ഇന്ന് വരെ ആ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല. പക്ഷേ ഗ്യാസിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര അസുഖമായിരുന്നു. അടുത്തുള്ള വീട്ടുകാരെന്നോട് ചോദിക്കും, ചേച്ചിക്ക് എന്താ ഇങ്ങനെ ഇത്ര ഇതിങ്ങനെ രാവിലെയൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നാലും ഭയങ്കര ഗ്യാസായിരുന്നു. പിന്നെ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും കൂടുതൽ ഇങ്ങനെ ഇതിൻ്റെ അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറ്. അതിനുശേഷം ഇന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് നന്ദി പറയാൻ വലിയ സാക്ഷിയാണ് നമ്മൾ കേട്ടത്. നമുക്ക് കിട്ടിയ സാക്ഷ്യപത്രത്തിൽ അതേ എടുത്ത് നോക്കിക്കോ. അതിൻ്റെ അച്ഛൻ എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുക? കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു? കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക ഭൂതോച്ചാടെയും പഠിപ്പിക്കലനുസരിച്ച് മരിച്ച വ്യക്തിയുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പൊതുവെ ഒരു പ്രശ്നമല്ല. ഇതാണ് ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ഒരിക്കലും ഒരു തെറ്റല്ല, പ്രശ്നമല്ല, പാപമല്ല, ഒരു പ്രശ്നമല്ല. എന്നിരുന്നാലും ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 7 പോയിൻ്റ് അച്ഛൻ എഴുതിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.